ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വുഡ് ഉപയോഗിച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകളാണ്. വില്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് വുഡ്. അപ്പോൾ നമുക്കിന്ന് വുഡ് ഉപയോഗിച്ച് കുറേ സെൻറ്റൻസുകൾ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു കമൻറ്റ് കേട്ടിട്ട് ഞാനത് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞ് പഠിക്കലല്ല, നമ്മളത് ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അങ്ങനെ ഒരു റിപ്പീറ്റേഷൻ നടത്തുന്നത് ഞാൻ ഹൈദരാബാദിൽ പോയ സമയത്ത് അവിടെ ഒരു ടീച്ചർ, ഒരു മലയാളി ടീച്ചർ തന്നെ കേട്ടോ, അവർ നടത്തുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ അവരുടെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു മകൻ്റെ വൈഫാണ്. അപ്പോൾ അവരത് ഒരു സ്പെല്ലിങ് പോലും ഒരു 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യിക്കുകയായിരുന്നു കുട്ടികളെ കൊണ്ട്. 10 times റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ആ ഒരു സ്പെല്ലിങ് പോലും 10 പ്രാവശ്യം ആ കുട്ടികളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ബെനിഫിറ്റാണ് കുട്ടികൾക്ക്. കാരണം ചിലത് സ്പെല്ലിങ് മിസ്റ്റേക്ക് കൊണ്ട് ഇപ്പോൾ ചിലപ്പം ചില കറക്റ്റ് സ്പെല്ലിങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ക്വസ്റ്റ്യനൊക്കെ കുട്ടികൾക്ക് വരാറുണ്ട്. അപ്പോൾ ആ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു ബാലപാഠം പഠിപ്പിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് അതായത് നല്ലൊരു അടിത്തറയാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതുപോലെ കേട്ട് പഠിക്കുമ്പോഴും കാരണം നമ്മളിപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിലും ഒരു സീരിയൽ കാണുകയാണെങ്കിലും അത് കേട്ട് കണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലേക്ക് ആ ചിത്രം പതിയാണ്. ഇപ്പോൾ നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ആ കഥ വന്നിട്ട് വീട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ലായിരുന്നു. അപ്പോൾ അത് മലയാള സിനിമ ആയതുകൊണ്ട് നമ്മൾ ആ കഥ മലയാളത്തിൽ വീട്ടിൽ വന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെയല്ല ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ നമ്മളതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംസാരിക്കാനുള്ള ടെൻഡൻസി വരും. അതായത് ഇംഗ്ലീഷ് കുറേ പഠിക്കാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ വേർഡ്സുകൾ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്ന് നല്ല വേർഡ്സുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ അടുത്തൊക്കെ ഞാൻ പ്രസൻറ്റ് ഫോം, പാസ്റ്റ് ഫോം, ഫ്യൂച്ചർ ഫോം, ഓരോ വെർബിൻ്റെ 3 രൂപങ്ങൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരുപാട് വേർഡ്സുകൾ അവരുടെ മനസ്സിലേക്ക് അത് തന്നെ ഇരിക്കും. പിന്നെ ചിലർ പറയുന്നത് ഒരു കമൻറ്റ്, അതായത് ഒരു ബാഡ് കമൻറ്റ് പറയാനോ, അതായത് നമ്മളെ ഇങ്ങനെ മൊത്തത്തിലൊന്ന് തളർത്തുക, ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡൗണായി പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ പറയുന്നവരുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ കമൻറ്റുകളൊന്നും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. എല്ലാവരും ഗുഡ് പറയണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പറയുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് പറയുമ്പോൾ നമുക്കും അത് കേൾക്കുന്നവർക്കൊരു സുഖമുണ്ട്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പിന്നെ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് പറയരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വുഡ് ഉപയോഗിച്ച് കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. എത്രത്തോളം ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ലെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ വുഡ് ഉപയോഗിച്ച് പറയാം? ഐ വിഷ് യു വുഡ് നോട്ട് സ്പീക്ക് സോ ലൗഡ്. നിങ്ങൾ ഇത്രത്തോളം ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ലെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നത്. വുഡ് നോട്ട് സ്പീക്ക് സോ ലൗഡ്, നിങ്ങൾ ഇത്രത്തോളം ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ലെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിഷ് യു വുഡ് നോട്ട് സ്പീക്ക് സോ ലൗഡ്, നിങ്ങൾ ഇത്രത്തോളം ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ലെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ വിഷ് യു വുഡ് നോട്ട് സ്പീക്ക് സോ ലൗഡ്, നിങ്ങൾ ഇത്രത്തോളം ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ലെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് അടുത്തൊരു ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹി വിഷസ് ഷി വുഡ് ഗിവ് ഹിം ആൻ ആൻസർ. അവൾ ശരിയായ ഉത്തരം നൽകുമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഹി വിഷസ് ഷി വുഡ് ഗിവ് ഹിം ആൻ ആൻസർ. അവൾ ശരിയായ ഉത്തരം നൽകുമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഹി വിഷസ് ഷി വുഡ് ഗിവ് ഹിം ആൻ ആൻസർ. അവൾ ശരിയായ ഉത്തരം നൽകുമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഹി വിഷസ് ഷി വുഡ് ഗിവ് ഹിം ആൻ ആൻസർ. അവൾ ശരിയായ ഉത്തരം നൽകുമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. Only they would keep quiet for a moment. ഒരു നിമിഷത്തേക്കെങ്കിലും അവർ നിശബ്ദത പാലിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
If only they would keep quiet for a moment. ഒരു നിമിഷത്തേക്കെങ്കിലും അവർ നിശബ്ദത പാലിച്ചെങ്കിൽ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. If only they would keep quiet for a moment. ഒരു നിമിഷത്തേക്കെങ്കിലും അവർ നിശബ്ദത പാലിച്ചെങ്കിൽ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. If only they would keep quiet for a moment. ഒരു നിമിഷത്തേക്കെങ്കിലും അവർ നിശബ്ദത പാലിച്ചെങ്കിൽ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അവർ കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായി വിശദീകരിച്ച് തന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അതെങ്ങനെ പറയാ? Don't you wish they would explain things a bit better? കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായി അവർ വിശദീകരിച്ച് തന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? Don't you wish they would explain things a bit better? കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായി വിശദീകരിച്ച് തന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? Don't you wish they would explain things a bit better? കാര്യങ്ങൾ ഭംഗിയായി വിശദീകരിച്ച് തന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലെ ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ.